ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന നിങ്ങളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും ഈ സമയം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകമായി ഇന്ന് ദിവ്യ എസ് എന്ന ഒരു മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ മകളുടെ ഭർത്താവ് ഒരു റെസ്റ്റോറൻറ്റിൽ, കോഫി ഹൗസിൽ ജോലി ചെയ്യുന്ന ആ ഭർത്താവ് പെട്ടെന്ന് ജോലിക്ക് പോകാൻ താല്പര്യമില്ലാതായ അവസ്ഥ. വീട്ടിൽ സാമ്പത്തിക ദുരിതങ്ങളുണ്ട്. ജോലിക്ക് പോകാത്തതിനാൽ കുടുംബത്തിൽ വലിയ വഴക്കുണ്ടാക്കുന്ന കാരണം സമാധാനം നഷ്ടപ്പെട്ട അവസ്ഥ. ഒരുപക്ഷെ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ അസഹ്യമായ ഏതെങ്കിലും സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നായിരിക്കാം. തൻ്റെ നന്മകളെ ത്യജിക്കേണ്ടി വരുന്ന ജോലി സാഹചര്യമുണ്ടായി കാണാം. ജോലിക്ക് പോകുന്നതിൽ താല്പര്യം നഷ്ടപ്പെട്ട അവസ്ഥയിൽ മറ്റാരോടും ഈ അവസ്ഥയെക്കുറിച്ച് പങ്കുവച്ചാൽ ഉണ്ടാകാവുന്ന ആപത്ത് കണ്ടറിഞ്ഞ് സ്വയം ഒതുങ്ങിക്കൂടുന്ന അവസ്ഥ. ഈ അവസരത്തിൽ കുടുംബം നോക്കാൻ പോലും കഴിയാത്ത അവസ്ഥ. ഇനി എന്ത് ചെയ്യും എന്നറിയാൻ കഴിയാതെ തൊട്ടതിനും പിടിച്ചതിനുമെല്ലാം കുടുംബത്തിലുള്ളവരോട് ദേഷ്യപ്പെടുന്ന അവസ്ഥ. എപ്പോഴും ദുഃഖവും വേദനയും നിറഞ്ഞ അവസ്ഥ. എല്ലാത്തിനും ദേഷ്യം കാണിക്കുന്ന അവസ്ഥ, മുൻകോപം കാണിക്കുന്ന അവസ്ഥ. ഒരുപക്ഷെ നിങ്ങളിൽ ചിലരെങ്കിലും ഈ അവസ്ഥയിൽ കൂടി കടന്നു പോകുന്നുണ്ടാകാം. ഇന്ന് ഈ പ്രതിസന്ധിയിൽ കൂടി കടന്നു പോകുന്നവരാണ് നിങ്ങൾ എങ്കിൽ നിങ്ങൾ ഒരു നിമിഷം കർത്താവിലേക്ക് തിരിയുക. ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് ആഴമേറിയ സുരക്ഷിതത്വം വാഗ്ദാനം ചെയ്യുന്ന ഈ സങ്കീർത്തനം ദൈവത്തിൻ്റെ കാരുണ്യത്തിൻ്റെ സ്ഥിരതയും അചഞ്ചലമായ വിശ്വസ്തതയും എടുത്തു കാട്ടുന്നു. നിങ്ങളുടെ ഏത് അവസ്ഥയാണ് ഇപ്പോൾ നിങ്ങളായിരിക്കുന്നത് എങ്കിലും ദൈവത്തിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പ്രതിവിധിയുണ്ട്. നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ദൈവത്തിൽ തീർച്ചയായും പരിഹാരമുണ്ട്. ഒരു ലോകം തന്നെ നിങ്ങൾക്കായി സൃഷ്ടിച്ചു തന്ന കർത്താവിന് ഒരു പുതിയ ജോലി നൽകാൻ, ഉള്ള ജോലിയിൽ ഉയർച്ച നൽകാൻ, സാഹചര്യങ്ങളെ നിങ്ങൾക്ക് അനുകൂലമാക്കാൻ എത്രയധികമായി സാധിക്കും. അതിനാൽ ദൈവത്തിൽ വിശ്വസിക്കുന്നവരെ ആർക്കും ഒരിക്കലും തകർക്കാൻ സാധിക്കാത്ത ഉറപ്പുള്ള പാറ പോലെയാണ് കർത്താവ്. പർവ്വതങ്ങൾ ഭൂമിയെ ചുറ്റിവളഞ്ഞ് നിൽക്കുന്നത് പോലെ അത്യുന്നത ദൈവം തന്നിൽ വിശ്വാസമർപ്പിക്കുന്നവർക്ക് ഏത് അവസ്ഥയിലും അചഞ്ചലമായ കോട്ടയായിരിക്കും. അവിടുന്ന് വാഗ്ദാനം ചെയ്യുന്നു, കർത്താവിൽ വിശ്വസിക്കുന്നവർക്ക്, അവിടുത്തെ എപ്പോഴും ആശ്രയിക്കുന്നവർക്ക്, അവർക്ക് നിശ്ചയിക്കപ്പെട്ട സ്ഥലത്ത് അവർക്ക് അവകാശപ്പെട്ട യാതൊന്നും ദുഷ്ടർക്ക് അനുഭവിക്കാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല. അതിനാൽ തന്നെ ദൈവജനം പാപം ചെയ്യുന്നതിൽ നിന്നും പിന്മാറാൻ ഇത് നമ്മെ സഹായിക്കട്ടെ. ഹൃദയ പരമാർത്ഥതയുള്ളവർക്ക് ദൈവം ചെയ്യാൻ പോകുന്ന നന്മകൾ അനന്തമാണ്. ഈ രാത്രി ഉറങ്ങാൻ മുൻപ് ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്ന നമ്മെ ഓരോരുത്തരെയും കർത്താവായ ദൈവം തൻ്റെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചിരിക്കുന്നു. ശത്രുവിൻ്റെ ഒരു പദ്ധതിക്കും കർത്താവ് നിങ്ങളെ വിട്ടുകൊടുക്കുകയില്ല. അതിനാൽ ഭയം കൂടാതെ ഈ രാത്രി ദൈവസന്നിധിയിൽ ഉറങ്ങാൻ കിടക്കാം. നിങ്ങൾക്കുമേലുള്ള ദൈവിക സംരക്ഷണം ആർക്കും തകർക്കാൻ കഴിയില്ല. അതിനാൽ ഈ രാത്രി ദൈവത്തിൻ്റെ ശക്തമായ സംരക്ഷണം, നമ്മോടുള്ള അവിടുത്തെ സ്ഥിരതയുള്ള കാരുണ്യം, നമുക്ക് അവിടുന്ന് ചെയ്തു തന്നതും തരാൻ പോകുന്നതുമായ നന്മകൾ, എപ്പോഴും നമ്മുടെ സംരക്ഷണത്തിന് കൂടെയുള്ള അവിടുത്തെ സ്നേഹ സാന്നിധ്യം, ഇവയെല്ലാം ഉറങ്ങാൻ മുൻപ് നമ്മുടെ കിടക്കയിൽ ധ്യാനിച്ച് പരിശുദ്ധനായ ദൈവത്തിന് സ്തുതികൾ അർപ്പിച്ച് നമുക്ക് ഉറങ്ങാൻ കിടക്കാം. ദിവ്യയുടെ ഈ പ്രശ്നം, ദിവ്യ ഇപ്പോൾ ആ കുടുംബത്തിൽ അനുഭവിക്കുന്ന ഹൈന്ദവ വ്യക്തിയായ ഈ മകൾ ആ കുടുംബത്തിൽ ആരോടും
ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിൽ അത്രമാത്രം വേദന അനുഭവിക്കുന്ന ഈ ദിവ്യയുടെ കുടുംബത്തിനു വേണ്ടി നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം. ആ മകന് ആ ജോലിയിൽ താല്പര്യമുണ്ടാകുന്നതിനും നല്ലൊരു ജോലിയിൽ പ്രവേശിക്കുന്നതിനും ആ കുടുംബത്തിൻ്റെ സംരക്ഷണം ഏറ്റെടുത്ത്, ആ കുടുംബത്തിൻ്റെ സാമ്പത്തിക ആവശ്യങ്ങൾ ഏറ്റെടുത്ത്, ആ കുടുംബത്തിൻ്റെ നെടുംതൂണായി നിന്ന് കുടുംബത്തിലുള്ള എല്ലാവർക്കും സന്തോഷം പകരുന്ന, ദൈവത്തിൻ്റെ സാക്ഷിയായി മാറാൻ സാധിക്കുന്ന ഒരു വ്യക്തിയായി മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങളെല്ലാവരും ദിവ്യയുടെ കുടുംബത്തിനു വേണ്ടി പ്രാർത്ഥിക്കുക. ഈ മകൾ ഇപ്പോൾ കടന്നു പോകുന്ന പ്രതിസന്ധിയിൽ നിന്ന് നാം ഓരോരുത്തരും ഇതേ അവസ്ഥയിൽ കൂടി കടന്നു പോകുന്നുണ്ടാകാം. ജോലി സ്ഥലത്തുള്ള ദുരിതമേറിയ പരിഹാസകരമായ വാക്കുകൾ, അസഹ്യമായ പെരുമാറ്റങ്ങൾ, ചട്ടങ്ങൾ, ജോലി ചെയ്തിട്ടും ശമ്പളം തരാത്ത അവസ്ഥ, എത്ര കഠിനാധ്വാനം ചെയ്ത് എത്ര സത്യസന്ധതയോടെ ജോലി ചെയ്തിട്ടും കാഠിന്യമുള്ള ഹൃദയത്തോടെ അത് നോക്കിക്കാണുന്ന അവസ്ഥ, ജോലി ചെയ്യുന്നവർക്ക് യാതൊരു വിലയും നൽകാതെ, അർഹിക്കപ്പെട്ട ബഹുമാനം നൽകാതെ പരിഹാസകരമായി പുച്ഛത്തോടെ നോക്കുന്ന അധികാരികൾ, ചുറ്റിനും ഒറ്റുകൊടുക്കുന്ന സഹപ്രവർത്തകർ, ഇവർക്ക് ചുറ്റിലും അസഹ്യമായ ഒരു അന്തരീക്ഷം, സ്വന്തമായി ജോലിക്ക് പോകാൻ താല്പര്യം ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഈ വ്യക്തികളുടെ മേൽ കർത്താവിൻ്റെ കരുണയുണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ജോലിയിൽ നിന്ന് ഇറക്കിവിടാൻ സാധിക്കാതെ എന്നാൽ തന്നെ ഇറങ്ങിപ്പോകാൻ ഉള്ള സാഹചര്യങ്ങൾ ഒരുക്കുന്ന അധികാരികൾക്ക് വേണ്ടി നമുക്ക് ഓരോരുത്തർക്കും ഈ രാത്രിയിൽ പ്രാർത്ഥിക്കാം. എല്ലാവരും ദൈവത്തിലേക്ക് തിരിയുക. നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും, ജോലി ചെയ്യുന്നവർക്കും ചെയ്യിക്കുന്നവർക്കും പ്രശ്നങ്ങൾ ഒരുപോലെയാണ്. അതിനാൽ എല്ലാവരും ഒരുപോലെ പ്രശ്നപരിഹാരത്തിനും ദൈവത്തിലേക്ക് തിരിയുക. മാത്രമല്ല, പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് മാത്രമല്ല നമ്മുടെ ആവശ്യം, പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഉള്ള ശക്തനായ ദൈവത്തോട് ഒരു ആത്മബന്ധം പുലർത്തുന്നതാണ് ഏറ്റവും ആവശ്യമായ കാര്യം. പ്രശ്നങ്ങൾ വരും പോകും, എന്നാൽ ആ ദൈവത്തോട് ഒരു ആത്മബന്ധം നിലനിർത്താൻ നമുക്ക് സാധിച്ചാൽ നമ്മുടെ ജീവിതത്തിന്, ഈ സഹനങ്ങൾക്കെല്ലാം വലിയ അർത്ഥമുണ്ടാകും. അതിനാൽ ഇന്ന് നമ്മെ ഓരോരുത്തരെയും വേദനിപ്പിക്കുന്ന അവസ്ഥയിൽ നിന്നും ഒരു ഉയർച്ചയുണ്ടാകാൻ, കർത്താവിൻ്റെ കാരുണ്യം, കർത്താവിൻ്റെ വാഗ്ദാനങ്ങൾ ഓരോന്നും നമ്മുടെ ജീവിതത്തിൽ നടന്നു കിട്ടാൻ ഈ രാത്രിയിൽ ദൈവം ചെയ്ത അനന്തകോടി നന്മകളെ ഓർത്ത് നമുക്ക് നന്ദി അർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈ പ്രാർത്ഥനയിൽ പങ്കുകൊള്ളുന്ന നിങ്ങളെല്ലാവരെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ഈ പ്രാർത്ഥന നിങ്ങൾ ഷെയർ ചെയ്യുക. അനേകരുടെ ജീവിതത്തിൽ ഈ പ്രാർത്ഥന ഈ രാത്രിയിൽ ഒരു വലിയ ആശ്വാസത്തിന് കാരണമാകാം, സൗഖ്യത്തിന് കാരണമാകാം, അനേകരുടെ ജീവൻ തന്നെ രക്ഷിക്കുന്നതിന് കാരണമാകാം. അതിനാൽ ഈ പ്രാർത്ഥന നിങ്ങൾ കേൾക്കുക മാത്രം പോരാ, നിങ്ങളിത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക. നിങ്ങളുടെ അനുഗ്രഹം ഇരട്ടിയായി കർത്താവ് നൽകും. നമുക്ക് ദൈവവചനം ശ്രവിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സങ്കീർത്തനം 125 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. കർത്താവിൽ ആശ്രയിക്കുന്നവർ അചഞ്ചലമായി എന്നേക്കും നിലകൊള്ളുന്ന സിയോൻ പർവ്വതം പോലെയാണ്. പർവ്വതങ്ങൾ ജെറുസലേമിനെ ചൂഴ്ന്നു നിൽക്കുന്നത് പോലെ കർത്താവ് ഇന്നും എന്നേക്കും തൻ്റെ ജനത്തെ വലയം ചെയ്യുന്നു. നീതിമാന്മാർക്ക് നിശ്ചയിച്ചിരിക്കുന്ന ദേശത്ത് ദുഷ്ടരുടെ ചെങ്കോൽ ഉയരുകയില്ല. നീതിമാന്മാർ തിന്മ ചെയ്യാൻ ഉദ്യമിക്കാതിരിക്കേണ്ടതിന് തന്നെ. കർത്താവേ, നല്ലവർക്കും ഹൃദയപരമാർത്ഥതയുള്ളവർക്കും നന്മ ചെയ്യണമേ. എന്നാൽ വക്രതയുടെ മാർഗത്തിലേക്ക് തിരിയുന്നവരെ കർത്താവ് ദുഷ്കർമ്മികളോടുകൂടെ പുറന്തള്ളും. ഇസ്രായേലിൽ സമാധാനം നിലനിൽക്കട്ടെ. ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഈ രാത്രിയിൽ അങ്ങയുടെ വാഗ്ദാനം ഞങ്ങളുടെ ജീവിതത്തിൽ നിവൃത്തിയാകുന്നതിനു വേണ്ടി, അങ്ങയുടെ പരിശുദ്ധ സംരക്ഷണം അനുഭവിക്കുന്നതിന്,
അങ്ങയുടെ കാരുണ്യം സ്ഥിരമായി ഞങ്ങൾ അനുഭവിക്കുന്നതിന്, അങ്ങയുടെ വിശ്വസ്തത, അചഞ്ചലമായ വിശ്വസ്തത ഞങ്ങൾക്ക് ശക്തി നൽകുന്നതിന്, അങ്ങയുടെ പരിശുദ്ധ സാന്നിധ്യത്തിൽ ഞങ്ങൾ ആഹ്ലാദിക്കുന്നതിന് ഈ രാത്രിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഉറങ്ങാൻ മുൻപ് എൻ്റെ ദൈവമേ, ഈ പ്രാർത്ഥനയിൽ പങ്കുകൊള്ളുന്ന ഓരോരുത്തരുടെയും ആവശ്യങ്ങളെ, പ്രത്യേകമായി ദിവ്യ എന്ന ഒരു മകളുടെ ആവശ്യത്തെ ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ അവസ്ഥയിൽ കൂടി കടന്നു പോകുന്ന ദിവ്യയുടെ ഭർത്താവിൻ്റെ അവസ്ഥ, ദിവ്യയുടെ അവസ്ഥ, ഈ അവസ്ഥയിൽ കൂടി ആ മക്കളുടെ അവസ്ഥ, ഈ അവസ്ഥയിൽ കൂടി കടന്നു പോകുന്ന മറ്റ് ഭാര്യ ഭർത്താക്കന്മാർക്കും കുഞ്ഞുങ്ങൾക്കും വേണ്ടി പ്രത്യേകം ഞാൻ ഈ രാത്രിയിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നീ ഇവരോട് കരുണയുണ്ടാകണമേ. ഈ മക്കളുടെ കണ്ണുനീർ നീ ഒപ്പി എല്ലാ പ്രശ്നങ്ങൾക്കും അവിടുത്തെ സന്നിധിയിൽ പരിഹാരമുണ്ട് എന്ന് വിശ്വാസമർപ്പിച്ചിരിക്കുന്ന ഞങ്ങളുടെ മേൽ ഈ രാത്രിയിൽ നീ കരുണ തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിന്നിൽ ആശ്രയിക്കുന്നവർക്ക് ഒന്നിനും ഒരിക്കലും ഒരു കുറവും വരുത്താത്ത ദൈവമേ, ഈ മകന് ഒരു പുതിയ ജോലി നൽകി നീ അവനെ അനുഗ്രഹിക്കണമേ. ആ കുടുംബത്തെ പോറ്റി പുലർത്താനുള്ള സാമ്പത്തിക സഹായങ്ങൾ നൽകി ഈ മകന് നല്ല ഒരു ജോലി ലഭിക്കാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അതല്ല ആ സ്ഥാപനത്തിൽ തന്നെ ജോലിക്ക് പോകണമെങ്കിൽ ആ സ്ഥാപനത്തിൽ എല്ലായിടവും സമാധാനവും നീതിയും നിറച്ച്, സന്തോഷം നിറച്ച്, പരസ്പരം ബഹുമാനത്തോടെ കാണാൻ, അർഹിക്കുന്ന വേതനം ലഭിക്കാൻ ഈ മകന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ജോലി സംബന്ധമായി വേദനിച്ചിരിക്കുന്ന എല്ലാവർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജോലി നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജോലിയിൽ പോകാൻ താല്പര്യമില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജോലിയിലുള്ള എല്ലാ വിരക്തതയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവരുടെ കുടുംബത്തിലെ അവസ്ഥയെ സമർപ്പിക്കുന്നു. അനാവശ്യമായ കോപവും വിഷമങ്ങളെയും സമർപ്പിക്കുന്നു. ഈ രാത്രിയിൽ സാമ്പത്തികമില്ലാതെ, ജോലിയില്ലാതെ തളർന്നുപോയ കുടുംബങ്ങൾക്ക് വേണ്ടി, വ്യക്തികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവിടുത്തെ കാരുണ്യം, നീ അനന്തകോടി നന്മകളാൽ നീ ഞങ്ങളെ അനുഗ്രഹിക്കുന്ന ദൈവമേ, ഈ രാത്രിയിൽ സാമ്പത്തികം ആവശ്യമായവർക്ക്, സമാധാനം ആവശ്യമായവർക്ക്, സന്തോഷം ആവശ്യമായവർക്ക്, ആശ്വാസം ആവശ്യമായവർക്ക്, ഞാൻ കൂടെയുണ്ട് എന്ന് പറയുന്ന ഒരു വാക്ക് കേൾക്കാൻ ആഗ്രഹിക്കുന്നവർക്ക്, സന്തോഷമായിരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക്, കർത്താവേ, കരയുന്നവർക്ക് എല്ലാം നിന്റെ കാരുണ്യം അയച്ച് സഹായത്തിനാളെ നൽകി നീ ഈ മക്കളെ ഈ രാത്രിയിൽ തുണയ്ക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെയും ജീവനെ സംരക്ഷിക്കുന്ന ദൈവമേ, നിന്നിൽ ആശ്രയിക്കുന്നവർക്ക് ഒരിക്കലും ഒന്നിനും കുറവുകൾ ഉണ്ടാവില്ല എന്ന നിന്റെ വാഗ്ദാനത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ ഓരോരുത്തരുടെയും സംരക്ഷണം നിന്റെ കയ്യിലാണ്. ഞങ്ങളുടെ സമാധാനം കർത്താവേ നിന്റെ കയ്യിലാണ്. ഈ രാത്രിയിൽ ഈ പ്രാർത്ഥനയിൽ കൂടി ഞങ്ങളെ ഓരോരുത്തരെയും നീ ആശീർവദിക്കണമേ, അനുഗ്രഹിക്കണമേ. സന്തോഷവും സമാധാനവും നിറച്ച്, മനസ്സിൽ ശാന്തത നിറച്ച്, ഹൃദയത്തിൽ ധൈര്യം നിറച്ച്, ശരീരത്തിൽ സൗഖ്യം നൽകി ഈ രാത്രിയിൽ ഞങ്ങളെ ഓരോരുത്തരെയും നീ സുഖപ്പെടുത്തണമേ, സംരക്ഷിക്കണമേ. നല്ല ഒരു ഉറക്കം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവരെയും ഈ സമയം ഞാൻ ഓർത്തു പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അനുഗ്രഹത്തിൻ്റെ കരങ്ങൾ അവരുടെ മേൽ വെച്ച് നീ അവരെ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. സുഖമായ നിദ്ര നൽകി അനുഗ്രഹിക്കണമേ. അതിരാവിലെ നിന്റെ കാരുണ്യവും നിന്റെ സാന്നിധ്യവും അനുഭവിക്കാൻ ഞങ്ങളെ വീണ്ടും വിളിച്ചുണർത്തി ആശീർവദിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാക്കരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി
ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ നല്ല ഒരു ഉറക്കം നൽകി മനസ്സിൽ സന്തോഷവും ഹൃദയത്തിൽ സമാധാനവും നിറച്ച് ശരീരത്തിൽ സൗഖ്യം നൽകി ഈ രാത്രിയിൽ കർത്താവിൻ്റെ സംരക്ഷണത്തിൽ ഉറങ്ങാൻ അവിടുന്ന് നിന്നെ സഹായിക്കട്ടെ. നിന്റെ ഭവനത്തെ, വസ്തുവകകളെ കർത്താവിൻ്റെ കരുതലിൽ കീഴിൽ ഞാൻ സമർപ്പിക്കുന്നു. കർത്താവ് നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ഈ രാത്രിയിൽ എല്ലാവരോടും ഹൃദയത്തിൽ നിന്ന് ക്ഷമിക്കാനും എല്ലാവരെയും സ്നേഹിക്കുവാനും എല്ലാറ്റിലുപരി സ്വയമേ ക്ഷമിക്കുന്നതിനും സ്നേഹിക്കുന്നതിനും നിങ്ങൾക്കെല്ലാവർക്കും ഈ രാത്രിയിൽ സാധിക്കട്ടെ. ഞങ്ങൾക്ക് വേണ്ടിയും നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുക. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ ഭവനത്തിൽ വസിക്കുന്ന എല്ലാവരോടും കൂടെ, നിങ്ങളുടെ പ്രിയപ്പെട്ട എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ. ആമേൻ.